എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. എന്താണ് ശരിക്കും ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ന്യൂ ഇയർ കൊണ്ട് ലോകത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ശരിക്കും ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടറിൽ ഒരു ദിവസം മാറുന്നു എന്നല്ലാതെ ന്യൂ ഇയർ കൊണ്ട് ലോകത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരിക? ഡിസംബർ കഴിഞ്ഞ് അടുത്തത് ജനുവരി എത്തുന്നു എന്നല്ലാതെ ന്യൂ ഇയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാറുണ്ടോ? ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ന്യൂ ഇയറിനെ പറ്റി എഴുതിയിരിക്കുന്നത് ഇന്നലെ എന്തായിരുന്നോ അതുതന്നെ ഇന്നും, അതുതന്നെയാണ് നാളെയും എന്നാണ് ന്യൂ ഇയറിനെ പറ്റി അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്. വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. നമ്മൾ ആഴമായി ചിന്തിക്കേണ്ട ഒരു വാക്കുകൾ തന്നെയാണ്. ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ എന്തായിരുന്നോ അതുതന്നെയാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നാളെയും നമ്മൾ അതുതന്നെ ഫോളോ ചെയ്യും. ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു വ്യത്യാസവും ജീവിതത്തിൽ വരുന്നില്ല. എല്ലാ വർഷവും ന്യൂ ഇയർ അടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എല്ലാവരും തീരുമാനിക്കും ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം, ജീവിതത്തിലുള്ള ദുശീലങ്ങൾ മാറ്റണം. എന്നാൽ ന്യൂ ഇയർ ആകുമ്പോൾ ഇത് വല്ലതും മാറുന്നുണ്ടോ? ഒന്നും മാറുന്നില്ല. എല്ലാം പഴയതുപോലെ തന്നെ നടക്കുന്നു. ഒരു മദ്യപാനി ന്യൂ ഇയർ ആകുമ്പോഴേക്കും ചിന്തിക്കും ന്യൂ ഇയർ തൊട്ട് മദ്യപാനം നിർത്തുമെന്ന്. പിന്നീട് പറയും ന്യൂ ഇയറിനും കൂടെ അടിച്ചിട്ട് ശേഷം നിർത്താമെന്ന്. എന്നാൽ ഇത് വല്ലതും നടക്കുന്നുണ്ടോ? ന്യൂ ഇയർ കഴിഞ്ഞും വീണ്ടും ഇതുതന്നെ ആവർത്തിക്കപ്പെടുകയാണ്. ന്യൂ ഇയർ രാത്രി പള്ളിയിൽ പോകുമ്പോൾ അച്ഛന്മാർ പ്രസംഗിക്കും ഈ വർഷം തൊട്ട് എല്ലാവരും നല്ല ജീവിതം നയിക്കണം, പരസ്പരം സ്നേഹമുള്ളവരായിരിക്കണം, പരസ്പരം ആരും തമ്മിൽ വഴക്കുണ്ടാകരുതെന്ന്. ഇത് കേൾക്കുന്ന അച്ചായമാരും അമ്മച്ചിമാരും ചിന്തിക്കും എന്നാൽ ശരി ഈ 1-ാം തീയതി തൊട്ട് നന്നാവാമെന്ന്. എന്നാൽ അന്നത്തെ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും വീണ്ടും അവരുടെ സ്വഭാവം പഴയതുപോലാവും. അമ്മായിമ്മ മരുമോളോട് വഴക്കിടുന്നു, മരുമോൾ അമ്മായിമ്മയോട് വഴക്കിടുന്നു, അപ്പൻ മോനോട് വഴക്കിടുന്നു, മോൻ അപ്പനോട് വഴക്കിടുന്നു, ആങ്ങള പെങ്ങളോട് ഇതിനൊന്നും ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്തായിരുന്നു ഇന്നലെ അതുതന്നെയാണ് ഇന്നും, അതുതന്നെയാണ് നാളെയും സംഭവിക്കുന്നത്. ലോകത്തിലും അതുതന്നെയാണ് നടക്കുന്നത്. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു, നിലാവുള്ള ദിവസങ്ങളിൽ ചന്ദ്രൻ ഉദിക്കുന്നു. ഈ വർഷം നമുക്ക് ഉറച്ച ഒരു തീരുമാനമെടുക്കാം. നമുക്ക് ഒരു ദിവസം ഒരു നന്മ അല്ലെങ്കിൽ ഒരു ഉപകാരമെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുന്നതിൽ നിന്ന് നമുക്ക് പിന്മാറി നിൽക്കാം. മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുമ്പോഴാണ് നമ്മൾ കേട്ടതിന് ശേഷം അത് വേറൊരാളോട് പറയുകയും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്നത്. നമ്മളോട് ഒരാൾ മറ്റൊരാളെ പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ അവർ അവരുടെ കുറ്റം പറയുകയാണെന്ന് നമുക്ക് മനസ്സിലായാൽ ഉടൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ അവരോട് പറയുക ഈ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട, എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന്. ഇനിയും അതില്ല എങ്കിൽ നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് അവരെ കൺവേർട്ട് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് വിഷയം മാറ്റി മറ്റൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യം അവർ നമ്മളോട് പറയാതിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർ പറയുന്നത് കേൾക്കേണ്ട വരുന്നില്ല, അവർക്കൊട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ പുതുവർഷം നമ്മളെ തീർച്ചയായും സഹായിക്കട്ടെ. ശരിക്കും ഒരു വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ വയസ്സ് കണക്കാക്കാനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ്. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഓരോ ന്യൂ ഇയറും എത്തുമ്പോഴും നമ്മൾ വിചാരിക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന്. എന്നാൽ ഒരു മാറ്റവും വരുത്താതെ ഓരോ വർഷവും ഓരോ ദിനങ്ങളും കടന്നു പോകും. ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി അനുസരിച്ച് ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60 തൊട്ട് 70 വയസ്സ് വരെയാണ്. ഈ ചുരുങ്ങിയ ആയുസ്സിൽ നമുക്ക് ഓർത്തു വെക്കാൻ കഴിയുന്നത് 50 തൊട്ട് 60 വർഷത്തെ ന്യൂ ഇയർ ആഘോഷങ്ങൾ മാത്രമാണ്. 70 വയസ്സുള്ള ഒരാൾ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 70 വർഷം താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് ഈ ഭൂമിയിൽ എന്തു മാറ്റം വന്നു? തിരിഞ്ഞു നോക്കുമ്പോൾ എടുത്തു പറയത്തക്ക രീതിയിൽ ഒന്നും കാണത്തില്ല. അതാണ് സത്യം. ഓരോ വർഷവും ദിവസങ്ങൾ കടന്നു പോകുന്നു, മാസങ്ങൾ കടന്നു പോകുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിനോ അവൻ്റെ സ്വഭാവ രീതിക്കോ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും വരുന്നില്ല.
ഈ പുതുവർഷത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രതിജ്ഞയെടുക്കാം. തൻ്റെ ജീവിതത്തിൽ ഇനി മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമേ താനിനിയും ചെയ്യുകയുള്ളൂ എന്നും അതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുകയില്ല എന്നും നമുക്ക് ഉറച്ച ഒരു തീരുമാനമെടുക്കാം. ഈ 2024 മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാനും നന്മകൾ ചെയ്യാനും എല്ലാവർക്കും സർവേശ്വരൻ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്യത്യസ്തവും ഇൻട്രസ്റ്റിംഗ് മറ്റൊരു പുത്തൻ പുതിയ വിഷയമായി ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.